ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു സിമ്പിൾ ഗീ കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഇത് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടീ കേക്കാണ്. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് കേക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ്. നമ്മൾ ഈ മൈദ അരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കാരണം അതിൽ ചിലപ്പോൾ കട്ടയൊക്കെ ഉണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിക്കുന്നത്. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മുട്ട വേണം. ഞാൻ ഒരു വലിയ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയ്ക്ക് തീരെ തണുപ്പ് പാടില്ല. ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ടായിരിക്കണം നമ്മുടെ മുട്ട. അപ്പോൾ കേക്കിന് ഉപയോഗിക്കുന്ന എന്ത് ഇൻഗ്രീഡിയൻസ് നമ്മുടെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. തണുപ്പ് ഒട്ടും പാടില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർത്താലും മതി. അതേപോലെ തന്നെ 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാലും ഈ പറഞ്ഞ പോലെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. തണുപ്പൊന്നും തീരെ പാടില്ല. അതേപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പം മധുരം അനുസരിച്ച് കുറച്ച് 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് വരെ ഉപയോഗിക്കാം. എനിക്കിവിടെ അത്ര മധുരം വേണ്ട. ഈ 1/2 കപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ട് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ 1/2 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ള അളവ്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം, അതായത് സോഡാപ്പൊടി. അതേപോലെ തന്നെ നമുക്ക് നെയ്യ് വേണം. ഞാനിവിടെ 1/2 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. അതും റൂം ടെമ്പറേച്ചറിലായ നെയ്യ് വേണം. തണുപ്പായ നെയ്യൊന്നും നമ്മളിതിൽ ചേർക്കാൻ പാടില്ല. ഇവിടെ ഇതുപോലെ ഒരു വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റീലിൻ്റെ ഇതേപോലത്തെ ഒരു മൂടിയാണ് ഞാൻ ഇറക്കി വെക്കുന്നത്. അപ്പോൾ സ്റ്റീലിൻ്റെ എന്തെങ്കിലും പാത്രമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ, അതിൽ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ കെട്ടിന് ഞാൻ വെക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ വേറെ ഉപ്പോ മണലോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ ഈ ഒരു സെറ്റപ്പിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നന്നായിട്ട് തന്നെ വരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ട് ഇത് മൂടി വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്യാൻ പോവാണ്. അതായത് അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബാറ്ററൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഈ ഒരു രീതിയിൽ നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു മിക്സി എടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും അതേപോലെ തന്നെ 1/2 കപ്പ് നെയ്യും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സായി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഫുള്ളായിട്ട് മിക്സായി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കണ്ടോ, ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. തരി പോലെ ഇപ്പോൾ ഉണ്ടാവും. പഞ്ചസാര ഒന്നും ഫുള്ളായിട്ട് അടുങ്ങി കിട്ടിയിട്ടുണ്ടാവില്ല. അത് സാരമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. നമ്മളിവിടെ ഒരു മുട്ട മാത്രം ചേർക്കുന്നുള്ളൂ. അതേപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് പാലുണ്ടല്ലോ, അതിൻ്റെ ഹാഫ് പോർഷൻ, അതായത് ഒരു 1/4 കപ്പ് പാൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി 1/4 കപ്പ് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കാം, അതായത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എല്ലാ ഭാഗത്തും എത്തിയിരിക്കണം. ഇനി ഈ മിക്സ് നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് മൈദയും മുട്ടയും പഞ്ചസാരയൊക്കെ ചേർത്ത് വെച്ച മിക്സിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന മൈദയുടെ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒറ്റയടിക്ക് എല്ലാം കൂടി ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെയായിട്ട് ചേർത്ത് ഞാനിവിടെ ഫോക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ടിയൊന്നും ഇല്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വല്ല ബീറ്റർ ഉണ്ടെങ്കിൽ അതാലും ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഫോക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ എങ്ങോട്ടേക്കാണോ മിക്സ് ചെയ്ത് തുടങ്ങിയത് ആ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യണം. ഇപ്പം ഞാനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാക്കി വന്ന പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ 1/4 കപ്പ് പാല് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായുള്ളൂ. ബാക്കി 1/4 കപ്പ് പാലും കൂടെ ഞാൻ ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് കുറച്ച് ഫ്ലോറും കൂടെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് മൈദയുടെ മാവും കൂടെ നമ്മൾ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലാതെ ബീറ്റർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കട്ടൊന്നും പാടില്ല എന്ന് മാത്രം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്ത് ടെക്സ്ചറായി കിട്ടിയിട്ടുണ്ട്. ഇതേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വേണ്ടത്. കണ്ടോ, കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് ടിന്നിൽ ഞാൻ ഫുള്ളായിട്ട് നെയ്യിട്ടിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നെയ്യൊക്കെ നന്നായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുത്താൽ മതി. എന്നിട്ട് എക്സസ് വന്നിട്ടുള്ള, അതായത് ബാക്കി വന്നിട്ടുള്ള മൈദയൊക്കെ കൊത്തി കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ കൈ കൊണ്ടൊന്ന് കൊട്ടി കൊടുക്കണം. ഒരു 2-3 പ്രാവശ്യം കൊട്ടിയാൽ മതി. കൂടുതലായിട്ട് കൊട്ടേണ്ട ആവശ്യമില്ല. വേറെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ആ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഞാൻ നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അടിയിലായിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം വല്ല ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കൊന്ന് തിരികെ കയറ്റിയാൽ മതി. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കൊരു 30 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയാൽ മതി. അതിൻ്റെ ഇടയിൽ തുറന്ന് നോക്കിയേ വേണ്ട. അപ്പോൾ ചിലവരുടെ ബേണറുടെ സൈസും ഫ്ലെയിമും അനുസരിച്ചൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ 30 മിനിറ്റ് മിനിമം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രം ഒരു സ്ക്യൂവർ വെച്ച് കുത്തി നോക്കിയാൽ മതി. ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ തുറന്ന് നോക്കിയിട്ട് ഒരു സ്ക്യൂവർ വെച്ച് ഇതേപോലെ കുത്തി നോക്കി. അപ്പോൾ കുത്തി നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ സ്ക്യൂവറിൽ ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ സ്ക്യൂവർ തന്നെ വേണം നിർബന്ധമല്ലേ, ഒരു കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. കണ്ടോ, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ കേക്ക് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പുറത്തേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം മാത്രം ഇതിൻ്റെ പുറത്തേക്ക് എടുത്താൽ മതി, കേക്ക് ടിന്നിൻ്റെ പുറത്തേക്ക് എടുത്താൽ മതി. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കേക്കിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ആ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുറിച്ച് നോക്കാം, എങ്ങനെയുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നല്ല മൂർച്ചയുള്ളൊരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു പീസ് എടുത്ത് നോക്കാം. ഇപ്പം കണ്ടോ, അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ല രസമായിട്ട് തന്നെ നമ്മുടെ ഈ ഗീ കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണ്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഗീ കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്